Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരെയും ഉള്ള സംഭവമാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇട്ട് കിട്ടാൻ തന്നെ ഭയങ്കര പണ്ട കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു ആക്ച്വലി ബാങ്കുകളുടെയും ഒരു കോമ്പറ്റീഷൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്രെഡിറ്റ് കാർഡ്സ് അവർ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് എന്തിനാ ബാങ്കിൻ്റെ ലാഭം കൂട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് EMI ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിയാം 50 ഡേയ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ എക്സാമ്പിൾ നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് കാർഡ് ഉപയോഗിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് സാലറി കിട്ടുമ്പോൾ, അതായത് അടുത്ത മാസം നമുക്ക് സാലറി കിട്ടുമ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു നോർമലായി ഒരു ആക്ച്വലി ഒരു ലോൺ തന്നെയാണ്. ഒരു ഫിസിക്കൽ ഒരു കാർഡ് ടൈപ്പ് ലോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാ മാസവും എന്താ പറയുക റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോൺ എന്ന് വേണമെങ്കിൽ പറയാം. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിവട്ട് ഹൈ ഒരു എന്താ പറയുക സൂപ്പർ ടൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നല്ലേ. കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഈ കിടിലൻ സംഭവങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന 6 സ്റ്റെപ്സ് അല്ലെങ്കിൽ വേസ് ആണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം. അതായത് നമുക്ക് എങ്ങനെ 6 തരത്തിൽ നമുക്ക് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാം എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മൾ ഓരോ പോയിന്റ് വൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അല്ല അതിൽ ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ ടാബിലാണ് നോക്കി ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആക്ച്വലി ഇത് ബാറ്ററി പോയി. ഇനിയിപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ അത് ഞാൻ ഇങ്ങോട്ട് നമ്മുടെ സാംസങ്, രണ്ടും സാംസങ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ആപ്പിൾ ഇക്കോസിസ്റ്റം പോലെ തന്നെ ഇപ്പോൾ ഇക്കോസിസ്റ്റം നല്ല സുഖമാണ്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാവരും കേൾക്കുമ്പോൾ എല്ലാവരും മുഖം ഒന്ന് ചുറിയും. പക്ഷേ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നല്ലൊരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്കിലൊക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 8% വരെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു FD സംഭവങ്ങളൊക്കെ ഉണ്ട്. എക്സാമ്പിൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ AU ബാങ്കിൻ്റെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു 0 ബാലൻസ് അക്കൗണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. 0 അതിൽ നമുക്ക് ആക്ച്വലി ഞാൻ അതിൽ RDയും FD ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് 8% വരെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു പരിപാടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ലൈവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ AU ബാങ്കിൻ്റെ 0 ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആ വീഡിയോ കാണാൻ നോക്കാൻ മറക്കാനാണ്. നമ്മൾ മെയിൻ ചാനൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൽ എല്ലാത്തിനും ഞാൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് താഴെ കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അത്യാവശ്യം നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 0 ബാലൻസ് അക്കൗണ്ട് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് FDയുടെ കാര്യത്തിലാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി 50 ദിവസത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ 50 ദിവസം നമുക്ക് ആക്ച്വലി ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമ്മൾ എല്ലാ വീട്ടിലത്തെ എല്ലാ പർച്ചേസും, അതായത് എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ എന്താ പറയുക എക്സ്പെൻസും നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നടത്തുകയാണെങ്കിൽ എന്തായാലും നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു മാസം നമ്മുടെ വീട്ടിൽ നടന്നു പോകുന്ന ഒരു ചിലവ് നമ്മൾ 30,000 വിചാരിക്കുക. നമ്മൾ ആ ട്രാൻസാക്ഷൻ ഫുള്ള് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ 30,000 നമ്മുടെ ആ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടല്ലോ, എന്തായാലും നമ്മൾ ആ കാശ് ഉപയോഗിച്ചിട്ടാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത് നോർമലി. അപ്പോൾ അതിന് പകരം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കയ്യിലെ ക്യാഷുള്ള ലിക്വിഡ് മണി നമുക്ക് വേണമെങ്കിൽ ഒരു 50 ദിവസത്തേക്ക് വേണമെങ്കിൽ FD ഇടാം. അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് നമുക്കിപ്പോൾ 6 മാസത്തേക്കും അതുപോലെ തന്നെ 1 മാസത്തേക്കും 2 മാസത്തേക്കൊക്കെ നമുക്ക് FD ഇടാൻ പറ്റും സുഖമായിട്ട്. നമ്മുടെ എല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ ആപ്പിൽ കൂടെ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 മാസത്തേക്ക് 3 മാസത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമലി ഒറ്റ ബാങ്ക് എടുക്കുന്നില്ല ചാർജ്. അപ്പോൾ നമുക്കൊരു 50 ദിവസത്തേക്ക് FD ഇടാണെങ്കിൽ നമുക്ക് അതിനൊരു ചെറിയ എമൗണ്ട് നമുക്ക് ഒരു FD ആയിട്ട് 8% നമുക്ക് ആ എമൗണ്ടിന് കിട്ടും. എത്രയും എമൗണ്ട് കൂടുതലാണ് അത്രയും നമുക്ക് കൂടുതൽ കിട്ടും. അതായത് നമ്മളിപ്പോൾ 30,000 ഇടാണെങ്കിൽ 30,000-ൻ്റെ ഒരു 1% നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് എത്ര കിട്ടിയാലും നമുക്കത് ലാഭമാണല്ലോ, അതൊരു ക്യാഷ് ബാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് സാധാരണ പോലെ അടച്ചു പോകുന്നതിന് പകരം ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 50 ദിവസത്തേക്ക് പകരം ക്യാഷ് ബാക്ക് നമ്മുടെ ഈ ക്യാഷ് കൊണ്ട് FD ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 1% നമുക്കതിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു വേ ആണ്. നമ്മുടെ ആദ്യത്തെ വേ ആണ്. അതിൻ്റെ ഫസ്റ്റ് വേ ആണ്. ഇനി രണ്ടാമത്തെ വേ എന്ന് പറയുന്നത്
നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇപ്പോൾ നിങ്ങൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോ കോസ്റ്റ് EMIയിൽ തന്നെ നമ്മളിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കാൻ പോകുന്നിരിക്കുക, ഒരു ഐഫോൺ എടുക്കാൻ വിചാരിക്കുക. അപ്പോൾ ആ ഫോണിൻ്റെ വില നമുക്കിപ്പോൾ 87,999 വിചാരിക്കുക. എനിക്ക് തോന്നുന്നു 14 ആ റേഞ്ചിനൊക്കെ നമുക്ക് 14 ഇപ്പോൾ അതിനോട് കുറഞ്ഞു. പുതിയ വരുന്ന മോഡൽ എന്തായാലും ആ റേറ്റ് വരുന്ന വിചാരിക്കുക. അപ്പോൾ 87,999 വിചാരിക്കുക. അപ്പോൾ അത്യാവശ്യം വലിയ എമൗണ്ടാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ നോ കോസ്റ്റ് EMI എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ആകെ എക്സ്ട്രാ വരുന്ന പ്രോസസ്സിംഗ് ചാർജ് മാത്രമാണ്. അപ്പോൾ ഈ നോ കോസ്റ്റ് EMI എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 6 മാസത്തേക്ക് നമ്മളൊരു നോ കോസ്റ്റ് EMI എടുത്തു വിചാരിക്കുക, ഈ 87,999. അപ്പോൾ നമുക്ക് EMI വരിക 14,665 രൂപയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ നോ കോസ്റ്റ് EMIക്ക് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ 87,888,000 നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ കാർഡ് ഉപയോഗിച്ചിട്ട് നോ കോസ്റ്റ് EMI എടുത്തില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ക്യാഷാണ് പേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആ ക്യാഷ് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ക്യാഷ് എമൗണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു FD ഇടുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ HDFC നോർമലായിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയുക, ഒരു പ്രൈവറ്റ് സെക്ടർ ഹൈ സെക്ടർ ബാങ്കിലത്തൊക്കെ FD നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 6.5% തൊട്ട് 7.2% നമുക്ക് കിട്ടും. അത് നമുക്ക് 6 മാസത്തേക്ക് ഒരു FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 6.5% തന്നെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തിനുള്ളിൽ നമുക്ക് 2,750 രൂപ നമുക്ക് ഇങ്ങോട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് അതിനൊരു വേണമെങ്കിൽ നമുക്കൊരു 200 രൂപ പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് പോകുന്നിരിക്കും. എന്തായാലും നമുക്ക് 2,500 ലാഭമല്ലേ. അതങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് നോ കോസ്റ്റ് EMI പർച്ചേസ് ചെയ്യുന്നതാണ്. അത് എക്സാമ്പിൾ മെയിനായിട്ട് നമ്മൾ ശരിക്കും അറിയാം, നമ്മൾ അത്യാവശ്യം നല്ല പ്രൈസ് കൂടുതൽ ഒരു 50,000 അബോവുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോ കോസ്റ്റ് EMI വാങ്ങിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇത് FD ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് അറിയാം കേട്ടോ. അപ്പോൾ ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് റിവാർഡ് പോയിന്റ് സിസ്റ്റമാണ്. റിവാർഡ് പോയിന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആമസോൺ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. ഇപ്പോൾ വേറെ കാർഡുകളുടെ കാര്യം പറഞ്ഞാൽ ഡയറക്റ്റ് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടും. അതൊരു ഏർണിങ്സ് തന്നെയാണ്. എന്ത് പറഞ്ഞാലും നമുക്ക് അതൊരു ഏർണിങ്സ് തന്നെയാണ്. അത് ആക്ച്വലി നമ്മുടെ ബാങ്കിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് നമുക്കൊരു ചെറിയ ശതമാനം നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുറേ ബാങ്കിൻ്റെ നമുക്ക് ഡയറക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് തരും. ചിലത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആഡ് ആവും. ചിലത് നമുക്ക് വൗച്ചേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. ചിലത് നമുക്ക് എന്താ പറയുക, എയർലൈൻ ടിക്കറ്റ്സ് ആയിട്ടും റീചാർജ് ആയിട്ടും അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു പ്രോഫിറ്റ് തന്നെയാണ്. എന്ത് പറയാം, അത് പ്രോഫിറ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വേ. ഇനി നാലാമത്തെ വേ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കാർഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ നോർമലി ഉപയോഗിക്കാറ് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ അവരുടെ ബാങ്കിൻ്റെ ആപ്പിന് ഞാൻ നോർമലി ഉപയോഗിക്കരുത്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു 2-3 മാസമായിട്ട് നമ്മൾ ക്രെഡ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രെഡ് ആപ്പിൽ നമ്മൾ ഓരോ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡ് ആപ്പിൻ്റെ പ്രൊമോഷൻ അല്ല, ക്രെഡ് ആപ്പ് അല്ലാണ്ട് വേറെ പല ആപ്പുകളുണ്ട്. ഇപ്പോൾ ആമസോണിലായാലും നമുക്ക് ചില ടൈമിൽ ആമസോണിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പല ആപ്പുകളുണ്ട്. ഇപ്പോൾ ക്രെഡിൻ്റെ പോലെ വേറെ എന്താണെന്നല്ല ചെക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷേ ആക്ച്വലി കുറച്ച് കുറയാണ്, അത് കുറച്ച് ബോറാണ്. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് ക്രെഡാണ്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി 2 മാസമായിട്ട് ഉപയോഗിക്കുന്നത് ക്രെഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും ക്രെഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്രെഡ് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടി നമുക്ക് ചെറുതായിട്ട് ഒരു എമൗണ്ട് നമുക്ക് ആക്ച്വലി ഒരു പ്രോഫിറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. നമ്മൾ വെറുതെ ബില്ലടക്കുന്ന എമൗണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 1000 രൂപ ബില്ലടച്ച് കഴിഞ്ഞാൽ 2 രൂപ 3 രൂപ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഒരു ക്യാഷ് തന്നെയാണല്ലോ, ക്യാഷ് ബാക്ക്. അത് കുറേ ആകുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ചെക്കിൽ നമുക്ക് ചെക്ക് കോയിൻസ് ആയിട്ട് കിട്ടും. ക്രെഡിറ്റ് കോയിൻസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അത് ഡയറക്റ്റ് ക്യാഷ് ആയിട്ടും കിട്ടും. നമുക്കത് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് വേറെ റീചാർജും സംഭവങ്ങളൊക്കെ ബില്ലടക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് സംഭവമാണ്. അതും നമുക്കൊരു ഏർണിങ്സ് തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഏർണിങ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്പ് ഉപയോഗിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ക്രെഡ് തന്നെയാണ്. ഞാൻ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ ക്രെഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഏൺ ചെയ്യാനുള്ള ഒരു വേ. അപ്പോൾ ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടാനുള്ള ചാൻസ് അല്ല, ക്രെഡിറ്റ് സ്കോർ എന്തായാലും കൂടും. അപ്പം കുറേ പേര് FD ഇട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് ഇതുകൊണ്ടാണ്, നമ്മുടെ സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് സിവിൽ സ്കോർ എന്തായാലും കൂടും. അപ്പോൾ സിവിൽ സ്കോർ കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം എന്താ, നമുക്ക് നമ്മുടെ ലോൺ നമുക്ക് ആവശ്യമുള്ള ലോൺ, എഡ്യൂക്കേഷൻ ലോണ്, ഹോം ലോണ്, കാർ ലോണ്, ഇതൊക്കെ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും. അതാണ് പ്രത്യേകത വരുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് വിചാരിക്കുക, അപ്പോൾ നമുക്ക് ശരിക്കും ആക്ച്വലി ഒരു ചെറിയ ശതമാനമാണ് കുറയുന്നുള്ളൂ. പക്ഷേ നമ്മളതിപ്പോൾ എക്സാമ്പിളായിട്ട് ഹോം ലോണും കാർ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ചെറിയ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 800 സ്കോറിൻ്റെ മുകളിലുള്ളവർക്ക് നോർമലി ഒരു പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഒരു കാർ ലോണിൻ്റെ കാര്യം എടുക്കാം. ചുമ്മാ ഒരു എക്സാമ്പിൾ എടുക്കുക, 9% വിചാരിക്കാം.
അപ്പോൾ ഒരു 800 ഒരു 700-750 താഴെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 8.6-8.5% ആയിരിക്കും. അപ്പോൾ ഒരു 0.5-ൻ്റെയും അല്ലെങ്കിൽ ഒരു അത്ര ശതമാനം ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ പിന്നെ അത് 700-ൻ്റെ താഴെയാണെങ്കിൽ ചിലപ്പോൾ 8 പിന്നെ 650-650 റേഞ്ചിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് 7.7% ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ശതമാനം 1-2%, 1.5% ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ടോട്ടൽ ബാങ്കിന് അടച്ചു കഴിയുമ്പോൾ ഡിഫറൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 10 ലക്ഷത്തിനല്ല നമ്മൾ ലോൺ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഒരാൾ 9% ഇൻട്രസ്റ്റിനാണ് ആ ലോൺ അടച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ആൾക്ക് ചിലപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 10 ലക്ഷം അടച്ചാലും ചിലപ്പോൾ ആൾക്ക് ബാങ്കിന് ചിലപ്പോൾ 2 ലക്ഷം എക്സ്ട്രാ കൊടുക്കേണ്ടതായിരിക്കും. ഇതെല്ലാം അടച്ചു കഴിയുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് 800 സ്കോറുള്ളവരായിരിക്കും. അപ്പോൾ അതിന് താഴെ ഇപ്പോൾ ഒരു 600-650 സ്കോറുള്ള ഒരാൾ ഈ സെയിം ലോൺ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക ചിലപ്പോൾ 12% അല്ലെങ്കിൽ 11%, 10% ഒക്കെ ആയിരിക്കും. അത് നമ്മൾ ഇത് ടോട്ടലായിട്ട് അടച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഡിഫറൻസ് ആയിരിക്കും. ചിലപ്പോൾ ആൾ ചിലപ്പോൾ ഒരു 2 ലക്ഷമൊക്കെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. മറ്റാൾ 15 ലക്ഷം കൊടുത്തതിന് ചിലപ്പോൾ ഇയാൾ 13 ലക്ഷം ടോട്ടൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ചെറിയ ഡിഫറൻസ്. നമ്മൾ ലോൺ അടച്ചു കഴിയുമ്പോഴുള്ള ഡിഫറൻസ്, ആ എമൗണ്ട് മാറി വരിക. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു 5.5% ഡിഫറൻസ് ഉള്ളൂ, 1.5% ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഇത് ലോൺ അടച്ചു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിന് കിട്ടുമ്പോൾ ഉള്ള ഡിഫറൻസ് കാണുമ്പോഴാണ് നിങ്ങളുടെ ശരിക്കും കണ്ണ് തള്ളുക കേട്ടോ. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്തായാലും സംശയം കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒന്നുകൂടി എക്സാമ്പിളായിട്ട് നമ്മൾ കമൻറ്റിൽ ഇടാം. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ റീസെൻ്റ്ലി നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ കമൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. കമൻറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ കമൻറ്റായിട്ട്. അത് എനേബിൾ ആയി കഴിഞ്ഞാൽ നല്ലൊരു പരിപാടി കേട്ടോ. പിന്നെ നമുക്ക് ആറാമത്തേത് പറയുന്നത് ഓഫേഴ്സാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ നമ്മുടെ ആമസോണിൻ്റെ ഷോപ്പിംഗ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആമസോൺ ICC കാർഡ് വെച്ച് 5% ക്യാഷ് ബാക്ക് ഉണ്ട്, SBI കാർഡിന് 10% ഉണ്ട്. അങ്ങനെ ഓഫേഴ്സ് ടൈമിൽ നമുക്ക് കിട്ടുമ്പോൾ ഡയറക്റ്റായിട്ട് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. അതൊരു ഏണിങ്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ 6 ടൈപ്സ് ഓഫ് കിഡിലൻ ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ചുമ്മാ EMI പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കാനും ഉള്ളൊരു ടൂൾ മാത്രമായിരിക്കും. പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് സ്മാർട്ട് വേയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കുറേ പേര് ഏൺ ചെയ്യുന്നുണ്ട്. കുറേ പേര് ഈ റിവാർഡ് പോയിന്റ് മാത്രം കൊണ്ട് ഷോപ്പിങ്ങും അതുപോലെ തന്നെ ടൂറും നടത്തുന്ന ആൾക്കാർ വരെ ഉണ്ട്. അത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ തപ്പി വയ്ക്കാൻ മതി. അപ്പോൾ അതിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് വരും, ഇവിടെ മാത്രമല്ല പുറത്തും. അപ്പോൾ ഇതുകൊണ്ട് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിടിലൻ എന്താ പറയുക ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്കറിയാം ക്രെഡിറ്റ് കാർഡിന് എല്ലാത്തിനും മിക്ക ക്രെഡിറ്റ് കാർഡിനും നമുക്ക് ജോയിൻ ഫീസ് മാനുവൽ ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക ശരിക്കും നമുക്കൊരു ഭയങ്കര ലാഭം തരുന്ന ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റും കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പണി തരുന്ന സാധനമാണ്, അത് വേറെ കാര്യം. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട, കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ മറക്കണ്ട. യൂസ് യുവർ ക്രെഡിറ്റ് കാർഡ്സ് ഇൻ സ്മാർട്ട് വേ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് എൻ്റെ പോയിന്റ്സ് കാര്യങ്ങളായിട്ട് ഞാൻ ചിലക്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാൻ നോക്കാം. എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാൻ എന്തായാലും കമൻറ്റിൽ നമുക്ക് എന്തായാലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ വേണം. അപ്പോൾ പേജ് ഫോളോ അടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞാണല്ലോ അല്ലേ. ബൈ.